നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അക്ഷരമുറ്റങ്ങൾ സജീവമായി. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു. പ്രവേശനോത്സവത്തോടെ അധ്യയന വർഷത്തിന് തുടക്കം. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ. ജൂൺ 15 മുമ്പ് എല്ലാ സ്കൂളുകളും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ സംവിധാനത്തെ ആകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും. നാടിനെ കണ്ണീരിലാഴ്ത്തി 4.5 വയസ്സുകാരിയുടെ മരണം. അമ്മയുടെ കുടുംബ വീട്ടിൽ വിരുന്നിനെത്തിയ 4.5 വയസ്സുകാരി ഓടയിൽ വീണു മരിച്ചു. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി അനീഷ് രശ്മി ദമ്പതികളുടെ മകൾ കല്യാണി എന്ന് വിളിക്കുന്ന അക്ഷികയാണ് മരിച്ചത്. പന്മനയിലെ അമ്മയുടെ കുടുംബ വീട്ടിലായിരുന്നു 1.5 മാസമായി അക്ഷിക. ജനസംഖ്യയുടെ ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് കേരളത്തിലാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം പണം ചിലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി. മീയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ പ്രവേശനോത്സവം വർണ്ണശബളമാക്കി കൊല്ലം ജില്ലയിലെ സ്കൂളുകൾ. കുരുന്നുകൾക്കായി ബലൂണും മധുരവും സമ്മാനങ്ങളും നൽകിയാണ് സ്കൂൾ അധികൃതർ കുട്ടികളെ സ്വീകരിച്ചത്. പുതിയ അധ്യയന വർഷത്തിൽ കൊല്ലം ജില്ലയിൽ 10,000-ഓളം കുട്ടികളാണ് പുതുതായി സ്കൂളിലേക്ക് എത്തിയത്. മാതാപിതാക്കളോടൊപ്പം എത്തിയ കുരുന്നുകൾക്ക് സമ്മാനങ്ങൾ നൽകിയാണ് അധ്യാപകർ വരവേറ്റത്. ഇത്തവണ ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്നതിന്റെ പരിഭ്രമമൊന്നും കുട്ടികളിലും കാണാനില്ലായിരുന്നു. എന്നാൽ അമ്മമാരെ കാണാതെ കരയുന്ന കുട്ടികളെ അധ്യാപകർ ആശ്വസിപ്പിക്കുന്നതും നെഞ്ചോട് ചേർക്കുന്നതും കാണാനായി. അധ്യാപികയുടെ കയ്യിലിരുന്ന് കരയുന്ന കുട്ടിയെ സമാധാനിപ്പിക്കുന്ന കൂട്ടുകാരിയും കരഞ്ഞു തളർന്ന് അധ്യാപികയുടെ നെഞ്ചിൽ ചേർന്നുറങ്ങുന്ന കുരുന്നും പ്രവേശനോത്സവത്തിലെ കാഴ്ചകളായിരുന്നു. കൊല്ലം പട്ടത്താനം ഗവൺമെന്റ് SNDP UP സ്കൂളിൽ സംഘടിപ്പിച്ച കൊല്ലം ഉപജില്ലാ സ്കൂൾ പ്രവേശനോത്സവം മേയർ ഹണി ബജുവിൻ അക്ഷരദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കോർപ്പറേഷൻ ഏറ്റവും ചേർത്ത് നിർത്തുന്ന, ഞങ്ങൾക്ക് 27 സ്കൂള് കൊല്ലം കോർപ്പറേഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും സന്തോഷകരമായി ഞങ്ങളുടെ സ്കൂള്, ഞങ്ങളുടെ ഏറ്റവും നല്ല കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള്, ഏറ്റവും നല്ല അക്കാദമിക് മികവ് ഉള്ള ഒരു സ്കൂൾ എന്ന നിലയിൽ ഞങ്ങൾ കാണുന്നത് ഈ SNDP സ്കൂളിനെയാണ്. ഞാനൊക്കെ താമസിക്കുന്ന ആശ്രാമത്തുനിന്ന് പോലും കുട്ടികളെ ഈ സ്കൂളിൽ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ആ സ്കൂളിന്റെ അക്കാദമിക് മികവ് എത്ര വലുതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും പഠിച്ചു മിടുക്കരാകാനും ഉള്ള അവസരമായി നമ്മുടെ സ്കൂളുകളെ കാണുമ്പോൾ ആ സ്കൂളിലെ അക്കാദമിക് മികവിനപ്പുറത്തേക്ക് മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. മാതാപിതാക്കളെയും അച്ഛനമ്മമാരെയും സ്നേഹിക്കുകയും പരിചരിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിവർത്തനം ചെയ്യണം എന്ന ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ വർഷം ആയി ഈ വർഷത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S. സവിതാദേവി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ S. ശ്രീദേവി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആന്റണി പീറ്റർ, PTA പ്രസിഡന്റ് ശൈല S., പ്രഥമാധ്യാപിക S. ലളിതഭായ്, സ്റ്റാഫ് സെക്രട്ടറി ഫ്രാൻസിസ് R. തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്രാവശ്യം ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക്. പിന്നെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തെക്കാട്ടിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. എല്ലാവരും പല വർണ്ണങ്ങളുള്ള ബലൂണും കിരീടം, പിന്നെ നമ്മൾ ഗിഫ്റ്റ്, സമ്മാനപ്പൊതി എല്ലാം ആയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വരവേറ്റത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പുതുവർഷം ഏറ്റവും ശ്രദ്ധിക്കുന്നത് സ്കൂളുകളിലെ അക്കാദമിക് നിലവാരത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനായി ജൂൺ 15 മുമ്പ് എല്ലാ സ്കൂളുകളും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂല്യനിർണ്ണയ രീതിയിലും വലിയ മാറ്റമുണ്ടാകും. സ്കൂൾ സംവിധാനത്തെ ആകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.
പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളുടെ മാനസികമായ ഉന്നമനവും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ സ്വാത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. അക്കാദമിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് ഈ വർഷം സമഗ്ര ഗുണമേന്മാ വർഷമായി കണക്കാക്കുമെന്ന് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. പാഠപുസ്തകങ്ങൾ പൂർണ്ണമായും അച്ചടിച്ച് കഴിഞ്ഞ അധ്യയന വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ സ്കൂളുകളിൽ എത്തിക്കാനായി എന്നത് ചരിത്രമാണ്. പഴയ അറിവ് പുതുക്കൽ, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ, വ്യക്തിശുചിത്വം, ആരോഗ്യശീലം, മൊബൈൽ ഫോൺ ഉപയോഗത്തിലെ വിവേചന ബുദ്ധി, പൊതുമുതൽ സംരക്ഷണം, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ്, പരസ്പര സഹകരണം തുടങ്ങിയവയാണ് അധ്യയന വർഷാരംഭത്തിലെ ആദ്യ 2 ആഴ്ചക്കാലം പകർന്നു നൽകുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇവിടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യങ്ങൾ പൂർണ്ണതയിലെത്താൻ പൊതുസമൂഹം അതിൻ്റെതായ പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം ഉറപ്പാക്കൽ വളരെ പ്രധാനമാണ്. നമുക്ക് ഒരുമിച്ച് അതിനെ നീങ്ങേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷം ഒരുപാട് പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുള്ളതാണ്. പാഠപുസ്തക രചനയിൽ വിദ്യാർത്ഥികളെ നെഞ്ചോട് ചേർത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും പ്രിന്റ് ചെയ്ത് തയ്യാറാക്കി 3 കോടി പാഠപുസ്തകങ്ങൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൽ എത്തിച്ചത് ഒരു ചരിത്ര സംഭവമാണെന്നുള്ള കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളുടെ രചനകൾ പാഠപുസ്തകങ്ങളിൽ ഇടം പിടിച്ചു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തിന് കുട്ടികളുടെ അഭിപ്രായം കേട്ടാണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പോലും നമുക്ക് അഭിമാനിക്കാൻ കഴിയും. അത് മാത്രമല്ല, കുട്ടികൾക്ക് വായിക്കുവാനും വളരുവാനും നിരവധി പുസ്തകങ്ങൾ SCERT പുറത്തിറക്കിയിട്ടുണ്ട്. മന്ത്രിമാരായ പി പ്രസാദ്, സജി ചെറിയാൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം രചിച്ച ഭദ്രാഹരിയെ മുഖ്യമന്ത്രി പ്രത്യേക ഉപഹാരം നൽകി അനുമോദിച്ചു. ഭദ്രാഹരിയുടെ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച അൽഫോൺസ് ജോസഫിനെയും ആദരിച്ചു. നവാഗതരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചു. ഇവർക്ക് മുഖ്യമന്ത്രി സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേട്ടങ്ങൾ സംബന്ധിച്ച പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി സജി ചെറിയാന് നൽകി പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA-മാരായ H. സലാം, ദലീമ M, S. അരുൺകുമാർ, U. പ്രതിഭ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ S. ഷാനവാസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ജനസംഖ്യയുടെ ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് കേരളത്തിലാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. മിയണ്ണൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം പണം ചിലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. കോളേജുകളിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. ഇതിനായി കിഫ്ബി 250 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. കൊട്ടാരക്കരയിൽ വിവിധയിടങ്ങളിലായി അക്കാദമിക് ക്ലസ്റ്ററുകൾ ഒരുങ്ങുന്നു. പുതിയ സ്കൂൾ കെട്ടിടത്തിൽ വിശാലമായ സ്മാർട്ട് ക്ലാസ് മുറികളുണ്ട്. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിനൊപ്പം അടുക്കളയുമുണ്ടെന്ന് മിയണ്ണൂർ സർക്കാർ LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് ജനസംഖ്യയുടെ ശതമാന കണക്കിൽ നോക്കിയാൽ കേരളത്തിലാണ്. 13,500 സ്കൂളാണ്. അധ്യാപകരെല്ലാം ഇവിടെ യൂണിഫോം ധരിച്ചാണ് ഇരിക്കുന്നത്. നേരത്തെ 6 ലക്ഷം പേരാണ് ഒരു വർഷം സ്കൂളിൽ ചേർന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ 3 ലക്ഷം പേരെ ചേരുന്നുള്ളൂ. ജനസംഖ്യാ നിയന്ത്രണം വന്നിട്ടും നമ്മൾ ആ മേഖലയിൽ ഒരു കുറവും വരുത്താതെ തന്നെ മുന്നോട്ട് പോവാണ്. നമ്മുടെ സ്കൂളുകളുണ്ട്, ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്. ഇപ്പോഴാണെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് 1ാം സ്ഥാനമാണ് ഇന്ത്യയിൽ. അല്ലേ? ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ആരോഗ്യം. ഇപ്പൊ എല്ലാ കോളേജുകളിലും
കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇപ്പോൾ തന്നെ ഉണ്ട്. അത് കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി ഗവൺമെന്റ് നടപടി. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ, നെടുമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഗിരിജാകുമാരി, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പ്രഥമാധ്യാപിക ജെസിയ ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അമ്മയുടെ കുടുംബ വീട്ടിൽ വിരുന്നിനെത്തിയ 4.5 വയസ്സുകാരി ഓടയിൽ വീണു മരിച്ചു. സ്കൂളിൽ പോകുന്നതിനായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് കുട്ടി ഓടയിൽ വീണത്. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി അനീഷ് രശ്മി ദമ്പതികളുടെ മകൾ കല്യാണി എന്ന് വിളിക്കുന്ന അക്ഷികയാണ് മരിച്ചത്. പന്മനയിലെ അമ്മയുടെ കുടുംബ വീട്ടിലായിരുന്നു 1.5 മാസമായി അക്ഷിക. കൊട്ടാരക്കര പള്ളിക്കൽ പാലവിളയിൽ അനീഷിന്റെയും രശ്മിയുടെയും മകൾ അക്ഷികയാണ് മരിച്ചത്. പന്മന വടക്കന്തല കരുവാഴത്ത് ക്ഷേത്രത്തിന് സമീപം രശ്മിയുടെ മാതാപിതാക്കളായ രവീന്ദ്രന്റെയും ശോഭനയുടെയും വീട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വീടിന് മുന്നിലൂടെ കടന്നുപോകുന്ന ഓടയുടെ ഭാഗത്ത് കുട്ടി കളിച്ചുകൊണ്ട് നിൽക്കവേ ഓടയിലേക്ക് വീഴുകയായിരുന്നു. ഓടയിൽ വീണ് 200 മീറ്ററോളം ഒഴുകിപ്പോയ അക്ഷികയെ ബന്ധുവും 2 വിദ്യാർത്ഥികളും ചേർന്നാണ് പുറത്തെടുത്തത്. അതമയത്ത് ഒരു അമ്മ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു കൊച്ചിനെ കണ്ടെന്ന് ചോദിച്ചു. ഞങ്ങളപ്പോൾ അവിടെ അങ്ങോട്ടൊന്നും ഒരു കൊച്ചു വന്നില്ല. ഞങ്ങളങ്ങനെ അമ്മ ഇങ്ങോട്ട് ഇരുന്ന് അമ്മയുടെ പുറകെ ഓടി വന്നപ്പോൾ ഇവിടെ എല്ലാവരും കയ്യിൽ കരച്ചിലും എന്നൊക്കെ ഞങ്ങളങ്ങനെ നോക്കി എല്ലായിടത്തും നോക്കിയിട്ട് കൊച്ചിനെ കണ്ടില്ല. അങ്ങനെ ഓടയിൽ വീണമെന്ന് അവിടെ ആരാണ്ട് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് നോക്കി സ്ലാബെല്ലാം ഇളക്കിയിട്ടും കൊച്ചിനെ കണ്ടില്ല. അങ്ങനെ ഇവിടെ ചെരുപ്പ് കണ്ടു കൊച്ചിൻ്റെ. അങ്ങനെ ഇവിടെ ഇറങ്ങി നോക്കിയപ്പോൾ ഇവിടെ അക്കത്തുണ്ടായിരുന്നു. സമീപവാസിയായ യുവതി കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുണ്ടാവും എന്നുള്ളൊരു അന്നേരം ഇവിടെ അമ്മയും പറഞ്ഞു ഇവിടെ ഒന്ന് നോക്ക്, ഇവിടെ ചിലപ്പോൾ ഒരു തടയുണ്ട്, തടഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പിള്ളേരോട് പറഞ്ഞു മക്കളെ അന്ന് നിങ്ങൾ ഇവിടെ ഇറങ്ങണം മക്കളെ, ഇവിടെ ഇറങ്ങിയിട്ട് ഇതിൽ വാന്ന് പറഞ്ഞു. ആ ചേട്ടനോടും പറഞ്ഞിട്ട് അവരിവിടെ ഇറങ്ങി അവർ അതിലിറങ്ങി ഇവിടെ വന്നപ്പോൾ ഈ ചേട്ടനെ കല്യാണിയെന്നും പറഞ്ഞുകൊണ്ട് അലർച്ച കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചു ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഞങ്ങൾ വേദന ചേട്ടാ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേദന അവരെ പിടിച്ചിങ്ങോട്ട് കയറ്റി. അപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിൻ്റെ മൂക്കിൽ ഒരു മഞ്ഞ പോലെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമോ അതൊക്കെ വലിച്ചു കളഞ്ഞ് പിന്നെ അത് അവിടെ എടുത്തിട്ട് ഞാൻ വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ എല്ലാം വലിച്ചെടുത്ത് CPR കൊടുത്തു. അപ്പോൾ പയ്യെ എനിക്ക് കുഞ്ഞ് കണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ ചിമ്മി. അപ്പം ഞാൻ വേഗം പറഞ്ഞു ചേട്ടാ കണ്ണ് പയ്യെ തുറന്നിട്ടുണ്ട്, നിങ്ങൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിയൊന്നും വിളിക്കാൻ നിന്നില്ല. ആ സ്കൂട്ടറിൽ അപ്പുറം ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ ഈ കൊച്ചിൻ്റെ വല്യച്ഛൻ കൊച്ചിനെ തൊളരിട്ടുകൊണ്ട് ആ ചേട്ടൻ സ്കൂട്ടർ എടുത്ത് അപ്പം തന്നെ പാഞ്ഞു പോവുകയത്. ഉടൻ തന്നെ ചവറ ടൈറ്റാനിയം ജംഗ്ഷനിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1.5 മാസം മുമ്പാണ് മാതാപിതാക്കൾക്കൊപ്പം കുട്ടി അമ്മയുടെ കുടുംബ വീട്ടിലെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ തിരിച്ചു പോകാനിരിക്കെയായിരുന്നു മരണം സംഭവിച്ചത്. അപകട സമയം അക്ഷികയ്ക്കും സഹോദരൻ അർണവിനും സ്കൂളിലേക്ക് പോകാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു മാതാപിതാക്കൾ. കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് ജലനിരപ്പ് ഉയർന്ന് ഓടയിലൂടെ ഒഴുക്ക് ശക്തമായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന, ഇൻസ്പെക്ടർ M ഷാജഹാൻ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. KCB പെൻഷനേഴ്സ് കൂട്ടായ്മ കരുനാഗപ്പള്ളി ARU 4ാം വാർഷിക സമ്മേളനം നടത്തി. ഇതിന്റെ ഭാഗമായി എനർജി ക്വിസ് മത്സരം, സെമിനാർ എന്നിവയും നടന്നു. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ കരുനാഗപ്പള്ളി ARU 4ാം വാർഷിക സമ്മേളനമാണ് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് എനർജി ക്വിസ് മത്സരം, സെമിനാർ എന്നിവയും നടത്തി. വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പെൻഷനേഴ്സ് കൂട്ടായ്മ ജനറൽ സെക്രട്ടറി AV വിമൽചന്ദ് നിർവഹിച്ചു. ആരാണ് പൈസ ചെയ്യേണ്ടത്? ബോർഡും ഗവൺമെന്റ് ഉത്തരവാദിത്വം നിർവഹിച്ചു പറയാതിരിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് 5840 കോടി രൂപ ഡ്യൂട്ടി ഇനത്തിൽ തരാം, 10 കൊല്ലത്തേക്ക് തരാം. അതിൻ്റെ ഓരോ വർഷവും 584 കോടി രൂപ, 54 കോടി രൂപ ബജറ്റിന് വിഹിതമായി തരാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ബോർഡ് കണ്ടെത്തുന്ന തുകയ്ക്ക് ബോർഡിന്റെ 2 പെൻഷൻ 2014 കോടി വേണ്ടി 3552 കോടി വേണ്ടി ബോർഡ് ഇറക്കിയിട്ട് ആ ബോർഡിന്റെ 80% 12% പലിശ
കരുനാഗപ്പള്ളി ARU പ്രസിഡന്റ് രാജു ചെട്ടിയാർ അധ്യക്ഷത വഹിച്ചു. സലിം എസ് അനുസ്മരണം നിർവഹിച്ചു. ബാബുക്കുട്ടൻപിള്ള KB സ്വാഗതം പറഞ്ഞു. പെൻഷനേഴ്സ് കൂട്ടായ്മ ദക്ഷിണ മേഖലാ സെക്രട്ടറി അനിൽകുമാർ N മുഖ്യപ്രഭാഷണം നടത്തി. പെൻഷനേഴ്സ് വനിതാ വിഭാഗം സംസ്ഥാന കൺവീനർ ശ്രീദേവി R, P ബാലചന്ദ്രൻ, ശരചന്ദ്ര പ്രസാദ്, ഹാരിസ് O, അബ്ദുൾ റഷീദ് PO തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. KTMS സംസ്ഥാനതല നേതൃത്വ ക്യാമ്പ് ഓച്ചിറയിൽ നടത്തി. ശാഖാ യൂണിയൻ ഭാരവാഹികൾ, ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാറ്റൊലി എന്ന പേരിലാണ് നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള തണ്ടാൻ മഹാസഭയുടെ സംസ്ഥാനതല നേതൃക്യാമ്പാണ് ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. മാറ്റൊലി 2025 എന്ന പേരിലായിരുന്നു ക്യാമ്പ് നടത്തിയത്. സംഘടന രൂപീകരിച്ച് 75 വർഷം പൂർത്തിയാകുന്ന വേളയിൽ മഹാത്മാ കുഞ്ഞൻ വെളുമ്പൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ബഹുനില മന്ദിരത്തിന്റെയും നിർമ്മാണ ജോലികൾ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനതല നേതൃ ക്യാമ്പ് ചേർന്നത്. ശാഖാ ഭാരവാഹികൾ, യൂണിയൻ ഭാരവാഹികൾ, യൂണിയൻ കൗൺസിലർമാർ, ബോർഡ് അംഗങ്ങൾ എന്നിവരായിരുന്നു നേതൃ ക്യാമ്പിൽ പങ്കെടുത്തത്. നേതൃ ക്യാമ്പിന്റെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. ഈ ഓണാട്ടുകല്ലിന്റെ ഹൃദയ ഭൂമിയിൽ കേരളത്തിലെ ഒരു അധ്വാനിക്കുന്ന, ഒരുപക്ഷെ സമ്പത്ത് കൊണ്ട് പിന്നോക്കമായിരിക്കാം, പക്ഷെ അധ്വാനം കൊണ്ടും മനസ്സുകൊണ്ടും മുന്നോക്കം നിൽക്കുന്നത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രതീകമായിട്ടുള്ള രണ്ടാം മഹാസഭയുടെ ഈ സംസ്ഥാനത്തെ തന്നെ ഓഫീസ് പണിയുന്നതിൽ സന്തോഷമുണ്ട്. പ്രായോഗികമായ തടസ്സമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്രയും വലിയൊരു സംഘടനയുടെ, ഇത്രയും പഴക്കവും പാരമ്പര്യവും ഉള്ള ഒരു സംഘടനയുടെ, പട്ടിണിക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ ഉള്ള ഒരു സംഘടനയുടെ, വലിയ സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലാത്തൊരു സംഘടനയുടെ, വലിയ മുതലാളിമാരോ കച്ചവടക്കാരോ വ്യവസായികളോ ഒന്നും സഹായിക്കാനില്ലാത്തൊരു സംഘടനയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പണിയുമ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. MPക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ വലിയ സമ്പന്നമായിട്ടല്ല നിങ്ങൾക്കറിയാം. പക്ഷേ എങ്കിലും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പണിയുമ്പോൾ എൻ്റെയും കൂടിയാണെന്നൊരു തോന്നൽ എനിക്കുണ്ടാവാം. അതുകൊണ്ട് തന്നെ അതൊരു തത്വം കൂടി ബഹുമാനപ്പെട്ട MPക്ക് തന്നാൽ അദ്ദേഹത്തെ കൊണ്ട് നമുക്ക്, അദ്ദേഹം പറഞ്ഞാലൊക്കെ കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് സഹായിക്കാം. പ്രസിഡന്റ് ഡോക്ടർ PN പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വരദരാജൻ, മറ്റ് സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി അഡ്വക്കേറ്റ് ലെനു ജമാൽ, സെക്രട്ടറിയായി പ്രദീപ് കണ്ണങ്കോട് എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്തത്. പ്രസിഡന്റായി അഡ്വക്കേറ്റ് ലെനു ജമാൽ, വൈസ് പ്രസിഡന്റായി D ദിനേശൻ, സെക്രട്ടറിയായി പ്രദീപ് കണ്ണങ്കോട്, ജോയിന്റ് സെക്രട്ടറിയായി ശ്രീദേവി പ്രകാശ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി N ഷാജി, R രാമൻകുട്ടി, അഡ്വക്കേറ്റ് കാസിലസ് ജൂനിയർ, ബൈജു പൂട്ടി, L രമേശൻ എന്നിവരെയാണ് എതിരില്ലാതെ തെരഞ്ഞെടുത്തത്. R രാമൻകുട്ടി അധ്യക്ഷനും അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ജഫറുദ്ദീൻ റിട്ടേണിംഗ് ഓഫീസറുമായിരുന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് B മുരളീകൃഷ്ണൻ, സെക്രട്ടറി D സുകേശൻ, സംസ്ഥാന കൗൺസിൽ അംഗം M സലിം, N ഷാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര മുന്നേറ്റത്തിനായി നടപ്പാക്കിയ പദ്ധതികളുടെ ശ്രമഫലമായി കേരളം രാജ്യത്ത് ഒന്നാമതായി തുടരുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 1 കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 15 ലക്ഷം രൂപ മുടക്കി സ്കൂളിൽ വർണ്ണകൂടാരവും ഒരുക്കിയിട്ടുണ്ട്. ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയും പുതിയ കെട്ടിടത്തിൽ ലഭ്യമാണ്. മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മികവുറ്റ ഭാവി പുതുതലമുറയ്ക്കായി ഉറപ്പാക്കുകയാണ് സർക്കാരെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് സർക്കാർ LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കളിക്കാനും കൂട്ടുകാരുടെ കൂടെ നടക്കാനും ഒക്കെയുള്ള ഒരു അന്തരീക്ഷമുള്ള തരത്തിലേക്ക് നമ്മുടെ സ്കൂൾ അന്തരീക്ഷം മാറിയിരിക്കുന്നു. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവര് പഠിത്തത്തിൻ്റെ കൂടെ കളിക്കുകയും കളിക്കുന്നതിൻ്റെ കൂടെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലേക്ക് നമ്മുടെ സ്കൂളിൻ്റെ അന്തരീക്ഷം വരുന്നു. എല്ലായിടത്തും സ്കൂളുണ്ട്, എല്ലാവർക്കും പഠിക്കാൻ സൗകര്യമുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. നമുക്ക് 1ാം സ്ഥാനമാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ, ആരോഗ്യ കാര്യത്തിൽ, മറ്റു കാര്യങ്ങളിലൊക്കെ. അത് നമ്മുടെ നാട്ടിലെ പൊതുവായ സമ്പ്രദായം കാരണമാണ്. 1 കോടി രൂപയുടെ ഒരു കെട്ടിടം ആണിപ്പോൾ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. ദേശീയ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന കാലത്ത് തന്നെ വിദ്യാഭ്യാസം എങ്ങനെയാകണമെന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ നേതാവായി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിക്ക് നയി താലീം എന്നായിരുന്നു പേര്.
നയി താലിം എന്ന് പറഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ വൊക്കേഷണൽ വിദ്യാഭ്യാസം, ITI വഴി കൊടുക്കുന്ന വിദ്യാഭ്യാസം, പോളിടെക്നിക് വഴി കൊടുക്കുന്ന വിദ്യാഭ്യാസം. NS പ്രസന്നകുമാർ, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഗിരിജകുമാരി, വൈസ് പ്രസിഡന്റ് B സുധാകരൻ നായർ, പഞ്ചായത്ത് അംഗങ്ങൾ, പ്രിൻസിപ്പൽ ഹസീന ബീഗം, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. NSS കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന് 6.17 കോടിയുടെ ബജറ്റ്. മന്ദിര നിർമ്മാണത്തിനായി 4 കോടി രൂപ നീക്കിവെച്ചു. സ്കോളർഷിപ്പ്, ധനസഹായ വിതരണം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയ്ക്കായി 20 ലക്ഷം രൂപ വകയിരുത്തി. കരയോഗ അംഗങ്ങൾക്ക് വിവാഹ ചികിത്സാ സഹായത്തിനായി 2 ലക്ഷം രൂപ വീതവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി താലൂക്ക് NSS കരയോഗ യൂണിയൻ 6.17 കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. സാമൂഹികക്ഷേമ പദ്ധതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കരയോഗാംഗങ്ങൾക്ക് വിവാഹ ചികിത്സാ ധനസഹായം നൽകുന്നതിന് 2 ലക്ഷം രൂപ വീതം ഉൾപ്പെടുത്തി. ഹ്യൂമൻ റിസോഴ്സ് സെന്റർ പ്രവർത്തനങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും, എൻഡോമെന്റ്, സ്കോളർഷിപ്പ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയ്ക്ക് 20 ലക്ഷം രൂപയും അനുവദിച്ചു. ദുരിതാശ്വാസ നിധി സംഭാവന ഇനത്തിൽ 2 ലക്ഷം രൂപയും മന്ദിര നിർമ്മാണത്തിനായി 4 കോടി രൂപയും നീക്കിവെച്ചു. ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് 3 ലക്ഷം രൂപയും സർവീസ് ദ്വൈവാരികയ്ക്ക് 5 ലക്ഷം രൂപയും ഉൾക്കൊള്ളിച്ചു. ബജറ്റ് അവതരണ യോഗത്തിൽ NSS ട്രഷററും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ NV അയ്യപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു. നമ്മൾ ശാന്തമായി ഒന്ന് ആലോചിച്ചാൽ ഈ സംഘടന ഉണ്ടായില്ല എങ്കിൽ സമുദായാചാര്യന്റെ ഒരു അവതാര പുരുഷനെ പോലെ കടന്നു വന്ന് ഈ സംഘടന രൂപീകരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ, ആ പുരുഷായുസ് മുഴുവൻ തന്നെ ഇതിനു വേണ്ടി നിഷ്കാമമായി സമർപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തുക. ഇന്ന് നമുക്കും സമൂഹത്തിനുമൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന നിലയിൽ ഇത്ര ശക്തമായ ഒരു പ്രസ്ഥാനം അദ്ദേഹം കെട്ടിപ്പടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക. എവിടെ നിൽക്കും നമ്മൾ? എവിടെ ഒരുമിക്കും? നമ്മുടെ കാര്യങ്ങൾ എവിടെ പറയും? ആര് പറയും? ആരോട് പറയും? അതൊക്കെ നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. സാമൂഹിക മാറ്റങ്ങൾക്ക് നല്ല നിലയിൽ നേതൃത്വം കൊടുത്തു, ആ ലക്ഷ്യങ്ങളൊക്കെ കൈവരിച്ചു. അതേപോലെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ നായർ സമുദായത്തിലെ കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. സർക്കാർ സ്കൂളുകൾക്ക് സമാനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. യൂണിയൻ സെക്രട്ടറി അരുൺ ജി നായർ ബജറ്റ് അവതരിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണപിള്ള, യൂണിയൻ ഇൻസ്പെക്ടർ ട്രെയിനി VS സജീവ് കുമാർ എന്നിവർ പങ്കെടുത്തു. 153 കരയോഗങ്ങളിൽ നിന്നുള്ള യൂണിയൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. KCB കിളിക്കൊല്ലൂർ സെക്ഷൻ ഓഫീസിൽ SDPIയുടെ പ്രതിഷേധം. കൊല്ലം കോർപ്പറേഷൻ ചാത്തനാകുളം ഡിവിഷനിലെ 20ഓളം വീടുകളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം. കാറ്റിലും മഴയിലും താറുമാറായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു SDPIയുടെ പ്രതിഷേധം. കൊല്ലം കോർപ്പറേഷനിലെ ചാത്തിനാംകുളം 22ാം ഡിവിഷനിൽ 20ഓളം വീടുകളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൗൺസിലർ കൃഷ്ണേന്ദുവിന്റെ നേതൃത്വത്തിലായിരുന്നു KCB കിളികൊല്ലൂർ സെക്ഷൻ ഓഫീസ് ഉപരോധിച്ചത്. തുടർന്ന് പോലീസ് SIയുടെ സാന്നിധ്യത്തിൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിൽ വൈദ്യുതി വിതരണം ഉടൻ പുനഃസ്ഥാപിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ വെള്ളക്കെട്ട്. 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. ഓച്ചിറ പള്ളിമുക്കിൽ നിന്നും പരബ്രഹ്മ ആശുപത്രിക്ക് മുന്നിലൂടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് കാരണം. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി തോടിന് പകരം സ്ഥാപിച്ച പൈപ്പിന്റെ വ്യാസം കുറവായതിനാൽ നീരൊഴുക്ക് സുഗമവുമല്ല. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ 30ഓളം കുടുംബങ്ങളെയാണ് വെള്ളക്കെട്ട് ബാധിക്കുന്നത്. ഓച്ചിറ പള്ളിമുക്കിൽ നിന്നും പരബ്രഹ്മ ആശുപത്രിക്ക് സമീപത്തുകൂടി കല്ലൂർ മുക്കിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമായി മാറിയത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നീരൊഴുക്ക് തടസ്സപ്പെടുകയും തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ജനങ്ങൾ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി ദേശീയപാത അധികൃതർ പൈപ്പ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 8 ഇഞ്ച് മാത്രം വ്യാസമുള്ളതാണ് പൈപ്പ്. ഇതിലൂടെ പൂർണ്ണമായ തോതിൽ വെള്ളം ഒഴുകി മാറുകയുമില്ല. ഇതാണ് വെള്ളക്കെട്ടിന് കാരണമായി മാറിയത്.
കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഓച്ചിറ ഗ്രാമത്തിലെ 10ാം വാർഡിലെ ഒരു 40ഓളം കുടുംബങ്ങൾ ഏറെ ദുരിതം അനുഭവിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ കഴിഞ്ഞ ദേശീയപാതയുടെ പണി എന്ന് ആരംഭിച്ചിട്ടുണ്ട് അന്നു മുതൽ ഈ വീടുകളെല്ലാം വെള്ളക്കെട്ടായി മാറിയിരിക്കുകയാണ്. കക്കൂസ് മാലിന്യം കലർന്ന വെള്ളമാണ് ഇപ്പോൾ ഈ 40 കുടുംബങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിനൊരു പരിഹാരമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ നാട്ടുകാരൊന്നടങ്കം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടെ സമരത്തിലായിരുന്നു. അവസാനം NH ഓഫീസേഴ്സ് ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് വന്ന് ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ഒരു പരിഹാര മാർഗം കാണുന്നതിന് വേണ്ടി പൈപ്പ് ഇടാമെന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ സമരം പിൻവലിച്ച് പിന്നോട്ട് മാറി. പക്ഷേ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വൈകിട്ട് ഒരു 3 മണിയോടുകൂടി വെറും 8 ഇഞ്ച് സൈസിലുള്ള പൈപ്പുമായിട്ടാണ് NH ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ 8 ഇഞ്ചിൻ്റെ പൈപ്പ് ഇവിടെ ഇട്ട് പ്രശ്നം തൽക്കാലത്തേക്ക് സോൾവ് ചെയ്തു തരാം എന്നുള്ള ആ പരിഹാര മാർഗം ഞങ്ങൾ അംഗീകരിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, കാരണം ഓരോ വീടുകളിലും ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലാണ് വെള്ളക്കെട്ട്. അത് രോഗബാധിതമാകുന്ന വെള്ളമാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം ഒന്നുമല്ല, ഈ 8 ഇഞ്ച് പൈപ്പ് ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ ഇവിടെ വന്ന് ഇപ്പം ഗവൺമെൻറ് NH അതോറിറ്റി സ്ഥാപിക്കുന്ന പൈപ്പ് ഈ ഭൂമിയുടെ വാട്ടർ ലെവലിനെക്കാട്ടിലും പൊക്കത്തിലാണ്. ഒരു കാരണവശാലും ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകി പോകില്ല. അശാസ്ത്രീയമായ പൈപ്പ് സ്ഥാപിക്കുന്നതിനെതിരെ മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം താലൂക്ക് പ്രസിഡന്റ് മെഹർ ഖാൻ ചേന്നല്ലൂരിൻ്റെയും പഞ്ചായത്ത് അംഗം ഗീതാകുമാരിയുടെയും നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് ദേശീയപാത അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. എന്നാൽ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പുനലൂർ YMCAയുടെ ശതാബ്ദി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. YMCA പുനലൂരിന്റെ ശതാബ്ദി ആഘോഷങ്ങളാണ് സമാപിച്ചത്. ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന പേരിൽ മഹത്തായി ഈ സാംസ്കാരിക പ്രസ്ഥാനം, എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോൾ ലോകത്ത് സമാന സ്വഭാവത്തിലുള്ള മറ്റേതെങ്കിലും ഒരു യുവജന സന്നദ്ധ സാമൂഹ്യ സംഘടന ഇങ്ങനെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വിശ്വാസത്തെ കൂടി പിൻപറ്റിക്കൊണ്ടാണ്, ക്രിസ്തീയ വിശ്വാസത്തെ അല്ലെങ്കിൽ ദൈവിക വിശ്വാസത്തെ കൂടി പിൻപറ്റിക്കൊണ്ട് ആഗോളതലത്തിൽ ആ ക്രൈസ്തവതയെ അല്ലെങ്കിൽ ധാർമ്മികതയെ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന, ആത്മീയതയുടെ അടിത്തറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം, സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയിലാണ് YMCA പ്രസ്ഥാനം ലോകത്ത് രൂപം കൊണ്ടതും ഇന്ന് ലോകത്ത് ശ്രദ്ധേയമായ നിലയിൽ അന്തർദേശ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സംഘടനകളൊന്നായി തലയെടുപ്പോടുകൂടി നിലകൊള്ളുകയും ചെയ്തു. YMCA പ്രസിഡന്റ് ഷിബു കെ ജോർജ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി അലക്സാണ്ടർ തോമസ് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജനറൽ കൺവീനർ ജസ്റ്റിൻ ജോർജ് സ്വാഗതം പറഞ്ഞു. YMCA സെക്രട്ടറി ബാബു P റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ KV തോമസ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സുവനീർ പ്രകാശനം, SLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു. YMCA പുനലൂർ സബ് റീജിയൻ ചെയർമാൻ ഡോക്ടർ എബ്രഹാം മാത്യു ശതാബ്ദി സന്ദേശം നൽകി. കൗൺസിലർ നിമ്മി എബ്രഹാം, YMCA മുൻ ദേശീയ നിർവാഹക സമിതി അംഗം സന്തോഷ് K തോമസ്, പുനലൂർ സബ് റീജിയൻ YMCA മുൻ ചെയർമാൻ സക്കറിയ വർഗീസ്, YMCA പ്രോജക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ KT തോമസ്, പുനലൂർ YMCA മുൻ പ്രസിഡന്റ് ജോസി ജോസഫ്, YMCA ട്രഷറർ റെജി K ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. അക്ഷരമുറ്റങ്ങൾ സജീവമായി. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു. പ്രവേശനോത്സവത്തോടെ അധ്യയന വർഷത്തിന് തുടക്കം. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ. ജൂൺ 15 മുമ്പ് എല്ലാ സ്കൂളുകളും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ സംവിധാനത്തെ ആകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും. നാടിനെ കണ്ണീരിലാഴ്ത്തി 4.5 വയസ്സുകാരിയുടെ മരണം. അമ്മയുടെ കുടുംബ വീട്ടിൽ വിരുന്നിനെത്തിയ 4.5 വയസ്സുകാരി ഓടയിൽ വീണു മരിച്ചു. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി അനീഷ് രശ്മി ദമ്പതികളുടെ മകൾ കല്യാണി എന്ന് വിളിക്കുന്ന അക്ഷികയാണ് മരിച്ചത്. പന്മനയിലെ അമ്മയുടെ കുടുംബ വീട്ടിലായിരുന്നു 1.5 മാസമായി അക്ഷിക. ജനസംഖ്യയുടെ ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് കേരളത്തിലാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം പണം ചിലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി.
മീയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.